ഒരുമിക്കാം നമുക്ക് നല്ലൊരു നാളേക്കായി. വലിയ ആശങ്കയോടും പരിഭ്രമത്തോടും നൊമ്പരത്തോടും കൂടിയാണ് നാം ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാട്, സാംസ്കാരിക കേരളം എന്നൊക്കെ നാം അഭിമാനിച്ചിരുന്ന കൊച്ചു കേരളം ഇന്ന് ഒരു കൊലക്കളമായി മാറിയിരിക്കുന്നു. അക്രമത്തിന്റെയും കൊലപാതകത്തിന്റെയും ലൈംഗിക പീഡനങ്ങളുടെയും വാർത്തകൾ കേരളത്തിൽ നിറയുന്നു. വർത്തമാന പത്രങ്ങളുടെ താളുകളിൽ ഈ വാർത്തകൾ മാത്രമായി മാറുന്നു. നവമാധ്യമങ്ങളും ഇത്തരം വാർത്തകളും അവയുടെ ചർച്ചകളും കൊണ്ട് നിറയുന്നു. വിദ്യ പകർന്നു നൽകുന്ന അധ്യാപകർക്ക് നേരെ പോലും മർദ്ദനങ്ങളും ആക്രമണ ഭീഷണികളും ഉയരുന്നു. ഗുരുത്വം എന്ന വാക്ക്, ആ പുണ്യം നഷ്ടപ്പെട്ടു പോയ ഒരു തലമുറ ജന്മമെടുക്കുന്നു. മാതാപിതാക്കളെയും കൂടെ പിറന്ന കൂടെപ്പിറപ്പുകളെയും കൊന്നു തള്ളുവാൻ മടിയില്ലാത്ത ഒരു തലമുറ. പെറ്റമ്മയുടെ മാനത്തിനു പോലും വില പറയുന്ന മക്കൾ. ദൈവത്തെ പോലെ സ്നേഹിക്കേണ്ട കൂട്ടുകാരെ പേപ്പട്ടിയെ പോലെ തല്ലിക്കൊല്ലുന്ന ഭീകരാവസ്ഥ. പെങ്ങന്മാരുടെ മാനത്തിന് വില പറയുന്ന, സ്വന്തം പെങ്ങന്മാർക്ക് വീടുകളിൽ കിടന്നുറങ്ങുവാൻ സാധിക്കാത്ത വിധം ലഹരിക്ക് അടിമപ്പെട്ട സഹോദരങ്ങൾ. അതോടൊപ്പം നിയമത്തിന്റെ ഊരാക്കുടുക്ക്. സ്വന്തം മക്കളെ ഒന്ന് ശാസിക്കാൻ പോലും സാധിക്കാതെ മാതാപിതാക്കൾ. പൊതുനിരത്തുകളിൽ നിന്ന് പോലും ചെയ്യുന്ന പരസ്യമായ തിന്മകൾ കണ്ട് ഒന്ന് പ്രതികരിക്കാൻ പോലും സാധിക്കാതെ അന്താളിച്ചു പോകുന്ന ഒരു പൊതുസമൂഹം. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഭരണകൂടം. ഇതെല്ലാം ചേർന്ന് കേരളത്തിന്റെ അവസ്ഥ വല്ലാതെ മാറ്റിയിരിക്കുന്നു. നമ്മുടെ പോക്ക് എങ്ങോട്ടാണ്? നമ്മുടെ നാടിന് എന്തു പറ്റി? നമുക്കെവിടെയാണ് പിഴച്ചത്? നമ്മെ കീഴടക്കുന്ന ലഹരി അല്ലെങ്കിൽ ഡ്രഗ്സും സെക്സും വയലൻസും നിറഞ്ഞ സിനിമകളും മാത്രമാണോ ഇതിന് കാരണം? ആ കാരണങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാൻ ശ്രമിക്കുകയാണ്. പൊതുസമൂഹത്തിന്റെ ചിന്തയ്ക്കായി ചില കാരണങ്ങൾ തുറന്നു കാട്ടും. വിശ്വാസരാഹിത്യം. ദൈവവിശ്വാസമില്ലാത്ത, ദൈവഭയമില്ലാത്ത ഒരു തലമുറയാണ് നമ്മോടൊപ്പം വളർന്നു വരുന്നത്. നിരീശ്വരവാദികളും യുക്തിവാദികളും മതവർഗീയവാദികളും എല്ലാം കൂടി ചേർന്ന് ജീവിതത്തിൽ ഒരു പ്രത്യാശയുമില്ലാത്ത, ഒരു പ്രതീക്ഷയുമില്ലാത്ത ഒരു തലമുറയെ നിർമ്മിച്ചെടുക്കുന്നതിൽ വിജയിച്ചു എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ ദൈവത്തെക്കുറിച്ച് അറിവില്ലാത്ത, ദൈവവിശ്വാസമില്ലാത്ത, ഈശ്വര ബോധമില്ലാത്ത, മനസാക്ഷിയുടെ സ്വരം ശ്രവിക്കാത്ത ഒരു തലമുറ വളർന്നു വരുന്നു. നമ്മുടെ വികലമായ വിദ്യാഭ്യാസ നയം. 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ +2 പരീക്ഷ ഫുൾ A+ വാങ്ങി വിജയിക്കാമെന്ന് ഉറപ്പ് നൽകുന്ന വിദ്യാഭ്യാസ നയം നമ്മുടെ മക്കളെ അലസരാക്കി, മടിയന്മാരാക്കി മാറ്റുന്നു. അതിനാൽ പഠിക്കേണ്ട സമയം, പഠനത്തിനായി ചെലവഴിക്കേണ്ട സമയം മറ്റു പല ആക്ടിവിറ്റികൾക്കുമായി അവർ ചെലവഴിക്കുന്നു. അങ്ങനെ അധാർമികമായ പ്രവൃത്തികളിലേക്കും പണമുണ്ടാക്കുന്ന മാർഗങ്ങളിലേക്കും അവർ ശ്രദ്ധ തിരിച്ചു. അവർ പ്രയാണത്തിലേക്ക് തിരിഞ്ഞു. ഡ്രഗ് യൂസ്, ഡ്രഗ് ട്രേഡ് തുടങ്ങിയവ ഒരു വിനോദം പോലെ കുട്ടികൾക്കിടയിൽ വ്യാപിച്ചു. ആർക്കും പാസ്സാകാമെന്ന ചിന്തയിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധാപൂർവമായ പഠനത്തിൽ നിന്നും അലസമായ വിനോദങ്ങളിലേക്ക് തിരിഞ്ഞു. ഒപ്പം യൂറോപ്പിനെ കീഴടക്കിയ വ്യക്തി സ്വാതന്ത്ര്യവാദങ്ങളും ലിബറൽ ആശയങ്ങളും കൂടി ഇന്നത്തെ തലമുറയുടെ ഈ പോക്കിന് കൂടുതൽ ബലം നൽകിയെന്നതും യാഥാർത്ഥ്യം. നിയമവ്യവസ്ഥിതിയിലെ പരാജയം. വ്യക്തി സ്വാതന്ത്ര്യത്തെ നിർവചിച്ച് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു തലത്തിലേക്ക് ജുഡീഷ്യറി ന്യായവാദങ്ങൾ എത്തി നിൽക്കുന്നു. കുട്ടികളെ ഒന്ന് തല്ലാനോ നുള്ളാനോ നോക്കാനോ പറ്റില്ല എന്ന് പറയുന്ന കോടതി വിധികൾ. മാതാപിതാക്കൾക്ക് സ്വന്തം മക്കളെ ഒന്ന് തിരുത്താനോ അധ്യാപകർക്ക് ഒന്ന് ശിക്ഷിക്കാനോ സാധിക്കാത്ത തരത്തിലുള്ള കോടതി വിധികൾ. കുഞ്ഞുങ്ങളെ നേർവഴിക്ക് നടത്താൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളെയും അധ്യാപകരെയും കള്ളക്കേസിൽപ്പെടുത്തി ജയിലിലടയ്ക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ, പ്രത്യേകിച്ച് പോക്സോ പോലുള്ള കേസുകൾ. ഇത്തരം സാഹചര്യങ്ങൾക്ക് മുമ്പിൽ പൊതുസമൂഹം പകച്ചുപോയി. അവർ നിസ്സഹായരായി, പ്രത്യേകിച്ച് അധ്യാപക സമൂഹം. ഈ നിസ്സഹായതയുടെയും ഭയപ്പാടിന്റെയും ഉള്ളിൽ നിന്ന് രൂപപ്പെട്ടു വന്ന സ്വാതന്ത്ര്യമാണ് ഇന്ന് നമ്മുടെ മക്കൾ ആഘോഷിക്കുന്നത്. തെറ്റ് ചെയ്യുന്നവരെ ഒന്ന് തിരുത്താൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള നിയമ സാമൂഹിക സംവിധാനങ്ങൾ രൂപമെടുത്തപ്പോൾ കേരളം അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ തകർന്ന് തരിപ്പണമായി.
തകർന്ന കുടുംബങ്ങൾ. കുടുംബങ്ങളുടെ തകർച്ച കുഞ്ഞുങ്ങളുടെ ഭാവിയിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നു. കുഞ്ഞുങ്ങൾ അടിസ്ഥാനപരമായി തിരുത്തപ്പെടേണ്ടതും മൂല്യബോധം അഭ്യസിക്കേണ്ടതും കുടുംബങ്ങളിൽ നിന്നുമാണ്. കുഞ്ഞുങ്ങളെ തിരുത്തുന്നതിനുള്ള ധാർമ്മിക ശേഷി നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങളുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചു വരുന്നു. ദുർമാർദ്ദത നൽകുന്ന മാതാപിതാക്കളെ കണ്ടു വളരുന്ന കുഞ്ഞുങ്ങളുടെ മാനസിക നിലവാരവും അത്തരത്തിലേക്ക് മാറ്റപ്പെടുന്നു. ഇതിനൊക്കെ ശേഷമാണ് ലഹരിയും മാധ്യമങ്ങളുടെ ദുരുപയോഗവും ധാർമ്മിക നിലവാരം പുലർത്താത്ത സിനിമകളുമൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഇതെല്ലാം കൂടിയാകുമ്പോൾ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത വിധത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ നശിച്ചു പോകുന്നു. അങ്ങനെ കേരളം അക്രമത്തിന്റെ ഒരു കേന്ദ്രമായി മാറ്റപ്പെടുന്നു. എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാം? ഒന്നാമതായി മാതാപിതാക്കൾ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ ഏറെ ശ്രദ്ധിക്കണം. വളരെ പക്വതയോടും വിവേകത്തോടും ചിട്ടയോടും കൂടി കുഞ്ഞുങ്ങളെ രൂപീകരിക്കുകയും അവരെ അനുധാവനം ചെയ്യുകയും ചെയ്യണം. വിശ്വാസാധിഷ്ഠിതമായ പരിശീലനം നൽകി ദൈവസ്നേഹത്തിൽ വളർത്തണം. സമപ്രായക്കാരുടെ സമ്മർദ്ദം മറികടക്കാനുള്ള സ്വഭാവ ദൃഢത നേടാനുള്ള പരിശീലനം വീട്ടിൽ തന്നെ തുടങ്ങണം. പരീക്ഷയിലെ തോൽവിയോ മാനസിക സംഘർഷങ്ങളോ ഉണ്ടായാൽ ലഹരിയിലോ ആത്മഹത്യയിലോ അഭയം പ്രാപിക്കാതെ വീട്ടിൽ തുറന്നു സംസാരിക്കാനുള്ള അവസരം ഉറപ്പു നൽകണം. പുതുതലമുറയുടെ അടിവേരുറയ്ക്കുന്ന ലഹരി, ഇന്റർനെറ്റിന്റെ ഉപയോഗം, അക്രമത്തിലേക്ക് അവരെ നയിക്കുന്ന സിനിമ, കാർട്ടൂണുകൾ, വീഡിയോ ഗെയിമുകൾ എന്നിവയിൽ നിന്നൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനുള്ള കടമയും ഉത്തരവാദിത്വവും പൊതുസമൂഹം ഏറ്റെടുക്കുകയും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഇതിൽ വിജയിക്കാൻ നമുക്ക് സാധിക്കൂ. ഉറവിടങ്ങളിൽ വെച്ച് തന്നെ ലഹരിയെ കണ്ടെത്തി നശിപ്പിക്കുന്ന നിയമ നടപടികൾ ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. തിന്മ വലിയ ആധിപത്യം പുലർത്തുന്ന നമ്മുടെ നാടിനെ ദൈവത്തിന്റെ സ്വന്തം നാടായി പുനഃപ്രതിഷ്ഠിക്കേണ്ടത് നമ്മുടെ കടമയായി നാം ഏറ്റെടുക്കണം. നമുക്കുണർന്ന് പ്രവർത്തിക്കാം. നമ്മുടെ അടുത്ത തലമുറയുടെ ജീവന് വേണ്ടി നമുക്ക് പോരാടാം.